ഹായ് ഹലോ മകളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 5ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. ബേസിക് സയൻസിനകത്തെ 9ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. എത്രാമത്തെ ചാപ്റ്ററാ? 9ാമത്തെ ചാപ്റ്റർ. മകളെ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നതായ കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്പേസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ബഹിരാകാശവുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഭൂമിയുടെ ആവരണം അല്ലെങ്കിൽ പുതപ്പ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അറ്റ്മോസ്ഫിയറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നമുക്ക് അതിനകത്ത് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവില് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പഠിച്ചെടുത്ത് മുമ്പോട്ട് പോകാം. വളരെ വ്യക്തമായിട്ട് എന്നോടൊപ്പം ഈ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടി ഈ ഒരു ഭാഗം നിങ്ങളും പഠിച്ചിരിക്കണം എന്ന നിലയിലേക്ക് വേണം കാര്യങ്ങൾ പോകാൻ കേട്ടോ. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് കൊണ്ടുപോകാം. ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നു എന്താണ്? നോക്കേടാ, ഭൂമിയോടൊപ്പം കാണുന്ന അന്തരീക്ഷത്തിനെ വിളിക്കുന്ന മറ്റൊരു പേര് എന്തെന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ കണ്ടോ. അപ്പോ ഭൂമിയോടൊപ്പം കാണുന്നതായ അന്തരീക്ഷം അത് ഭൂമിയുടെ ഭാഗം തന്നെയാണ് എന്ന് പറയുന്നു. അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട്. ഈ പറയുന്ന ഭൂമിയെ പൊതിഞ്ഞുകൊണ്ട് കാണുന്ന, ഭൂമിയെ ആവരണം ചെയ്തുകൊണ്ട് കാണുന്നതായ ആ ഒരു ഭാഗമാണ്, ഒരു വാതകം മണ്ഡലം എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത് അന്തരീക്ഷം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അന്തരീക്ഷം ഭൂമിക്കുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഒരേ ഒരു വാക്ക് മാത്രം പഠിച്ചാൽ മതി, ഗ്രാവിറ്റേഷൻ. അല്ലെങ്കിൽ എന്തെന്ന് പറയാടാ, ഗുരുത്വാകർഷണ ബലം എന്ന് പറയും. ഓക്കെ അല്ലേ? അതായത് രണ്ട് മാസ് ഉള്ള രണ്ട് വസ്തുക്കൾ അവർക്കിടയിൽ പരസ്പരം ഒരു എന്തുണ്ട്, ആകർഷണ ബലം ഉണ്ടാകും. ആ മാസ് ഉള്ള രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ആകർഷണ ബലത്തിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയാണ് എന്തിന് കാരണം, ഗ്രാവിറ്റേഷൻ തന്നെയാണ് എന്തിന് കാരണം, ഈ ഒരു അന്തരീക്ഷം ഭൂമിക്ക് ഉണ്ടാകുവാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോ ഇവര് പറയുന്നത് എന്താ, ഈ പറയുന്ന അന്തരീക്ഷം എന്ന് പറയുന്നത് ആരുടെ ഭാഗം തന്നെയാണ്, അതും ഭൂമിയുടെ ഭാഗമായിട്ട് തന്നെയാണ് കണക്കാക്കാറ്. ഇനി പറയുന്നുണ്ട് ഇതൊരു ഭൂമിയുടെ എന്താണ്, തറനിരപ്പാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താ, ക്രസ്റ്റ് എന്ന് പറയും, ഭൂവൽക്കം എന്ന് പറയും. അപ്പോ ഈ ഭൂവൽക്കത്തിന് മുകളിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നതിനനുസരിച്ച് ഈ പറയുന്നതായ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അന്തരീക്ഷം എന്ന് പറയുന്ന പാളി എന്ത് ചെയ്തു വരും, നേർത്ത് 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 വരും. എങ്ങനെ വരൂടാ, നേർത്തതായി മാറപ്പെടുന്നു എന്ന് പറയുന്നു. മനസ്സിലായോ? മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ആ പാളി നേർത്തതായിട്ട് വരുന്നു എന്ന് പറയുന്നു. ഡൗട്ട് ഒന്നുമില്ലേ? ഇനി മനസ്സിലാക്കണം, ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറം വിശാലമായിട്ടുള്ള ഒരു ശൂന്യമായ ഒരു പ്രദേശമുണ്ട്. ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വായു എന്ന് പറയുന്ന സാധനം എന്തില്ല, ഇല്ല. വായു എന്ന് പറയുന്ന ആളില്ല. ശരിയല്ലേ? ഇവിടെ ഞാനൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാം. ശൂന്യതയ്ക്ക് ഇംഗ്ലീഷിൽ എന്താ പറയുക, VACWM, വാക്വം എന്നല്ലേ പറയുക. പ്രകാശത്തിന്റെ ഏറ്റവും കൂടുതൽ വേഗത എന്ന് പറയുന്നത് ഈ പറയുന്ന ശൂന്യതയിലായിരിക്കും അനുഭവപ്പെടുക. ആ വേഗത എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അറിയാലോ? ഇനി വേറൊരു കാര്യം പറഞ്ഞു തരാം. ഈ പറയുന്ന വായുവിന്റെ അസാന്നിധ്യത്തിൽ പോലും സഞ്ചരിക്കുവാൻ സാധിക്കുന്ന താപത്തിന്റെ രൂപത്തിനെ വിളിച്ച പേരാണ് നമ്മൾ എന്താണ്, റേഡിയേഷൻ എന്ന് പറഞ്ഞത്. എന്തെന്ന് പറഞ്ഞത്, റേഡിയേഷൻ. എന്താണ് അതിന്റെ മലയാളം? വികിരണം. എന്താണ് വികിരണം? അതായത് എന്തിന്റെ ആവശ്യമില്ല ഇവിടെ, ഇവിടെ പ്രത്യേകിച്ച് ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ സഞ്ചരിച്ചു പോകുന്നതായിട്ടുള്ള എന്താണ്, ഊർജ സഞ്ചരിക്കുന്ന ആ ഒരു രീതി. വായു എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ല. ഖരപദാർത്ഥമായാലും വാതകമായാലും ദ്രാവകമായാലും യാതൊരു തരത്തിലുള്ള മാധ്യമത്തിന്റെയും ആവശ്യമില്ല. പക്ഷെ അവിടെ ഊർജം എന്ത് ചെയ്യപ്പെടും, പ്രവഹിക്കപ്പെടും. അങ്ങനെ ഊർജം പ്രവഹിക്കുന്നതായിട്ടുള്ള ഒരു രീതിയാണ് റേഡിയേഷൻ. അതും ഈ പറയുന്ന കാര്യം, സൂര്യന്റെ ചൂട് ഇങ്ങ് ഭൂമിയിലിരിക്കുന്ന നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ സൂര്യനും ഭൂമിക്കും ഇടയിൽ എന്താണ്, വാക്വമാണ്, ശൂന്യതയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ആ ഒരു കാര്യം കൂടെ അവിടെ ഉണ്ട്. ഇനി എന്താ, ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം എന്നറിയപ്പെടുന്നത് ആരാണ്, ചന്ദ്രൻ. ഭൂമിയുടെ അടുത്തുള്ള, ഏറ്റവും അടുത്തുള്ള, ബഹിരാകാശത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ അടുത്തുള്ള ആകാശഗോളം ആരാണ്, ചന്ദ്രന്. അപ്പൊ ഭൂമിയുടെ ഒപ്പം നമ്മൾ കണക്കാക്കുന്ന ആള് തന്നെയാണ് ആര്, അന്തരീക്ഷം. അത് എന്ത് കാരണം ഉണ്ടാകുന്നു, ഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്നു. മുകളിലേക്ക് പോകും തോറും വായുമണ്ഡലം എന്ത് ചെയ്തു വരുന്നു, നേർത്ത് നേർത്ത് വരുന്നു. അന്തരീക്ഷത്തിനോടൊപ്പമുള്ള വിശാലമായിട്ടുള്ള ആ ഒരു ശൂന്യപ്രദേശത്തെ അറിയപ്പെടുന്ന ഭാഗമാണ് എന്ത്, ബഹിരാകാശം എന്ന് പറയുന്നത്. അല്ലെ നമ്മൾ സ്പേസ് എന്ന് പറയും.
ഇനി എന്താ പറഞ്ഞേ? ഭൂമിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ബഹിരാകാശത്തിലുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. ഡൗട്ടുകളൊന്നുമില്ലേ? ഇനി നമ്മൾ അടുത്ത കാര്യത്തിനകത്തേക്ക് നീങ്ങുകയാണ്. അടുത്തതെന്ന് പറയുന്നത് ഇവിടെ ആദ്യമായിട്ട് ഒരു ബഹിരാകാശ സഞ്ചാരമൊക്കെ നടത്തിയിട്ടുണ്ടടാ. അപ്പോ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി എന്ന് പറയുന്നത് ആരാണ്? യൂറി ഗഗാറിൻ. ശരിക്കും പറഞ്ഞാൽ ബഹിരാകാശ മേഖലയിലുള്ള സർവ്വതായിട്ടുള്ള ആ ഒരു ആദിമ വികസനം എന്ന് പറയുന്നത് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ആദ്യമായ കണ്ടെത്തലുകൾ നടത്തുന്നതും പലതരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എന്താണ് പര്യവേഷണമൊക്കെ നടത്തുന്നതെല്ലാം റഷ്യ എന്ന് പറയുന്നൊരു രാജ്യം തന്നെ. ശരിക്കും പറഞ്ഞാൽ അന്നത് റഷ്യ അല്ല, USSR, സോവിയറ്റ് യൂണിയൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ഒരു സ്ഥലമായിരുന്നു. നിലവിൽ പല രാജ്യങ്ങളായിട്ട് അത് ചിന്നിച്ചേറി മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയുക ആദ്യ ബഹിരാകാശ സഞ്ചാരി ആരാ? യൂറി ഗഗാറിൻ. ഇനി എന്താ പറയുന്നത്? ഭൂമിയുടെ ഗോള ആകൃതി നേരിൽ കാണാൻ ആദ്യമായി അവസരം ലഭിച്ച ആള് കൂടിയാണ് ആര്? യൂറി ഗഗാറിൻ. അതായത് ഭൂമിക്ക് വെളിയിൽ, അതായത് ബഹിരാകാശത്തേക്ക് ഒരു യാത്ര തിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? ഭൂമിയെ വെളിയിൽ നിന്ന്, ഭൂമിയെ കാണണമെങ്കിൽ ഭൂമിക്ക് വെളിയിൽ നിന്നുകൊണ്ട് നോക്കണ്ടേടാ. അപ്പോ ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആള് തന്നെ ആയിരിക്കണമല്ലോ ആദ്യമായിട്ട് കാണുന്നത്. അതാരാണ്? യൂറി ഗഗാറിൻ. അപ്പോൾ ഭൂമി ഗോളാകൃതിയിലാണ് എന്ന് ആദ്യമായി നേരിൽ കാണാൻ അവസരം ലഭിച്ചത് യൂറി ഗഗാറിൻ. ഇനി നോക്കെ, യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയത് ഏത് പേടകത്തിൽ? കണ്ടോ, വോസ്റ്റോക്ക് 1. ഏതാടാ? വോസ്റ്റോക്ക് 1. അപ്പൊ വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ പേടകത്തിൽ ബഹിരാകാശത്തേക്ക് യാത്ര തിരിക്കുകയും ഭൂമിക്ക് ഒരു ഉരുണ്ട ആകൃതിയാണ് ഉള്ളത് എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു അവസരം ലഭിക്കുകയും ചെയ്ത ആദ്യ ബഹിരാകാശ സഞ്ചാരിയാണ് ആരെന്ന് പറയുന്നത്? യൂറി ഗഗാറിൻ. ഇനി നോക്കെ, ഈ പറയുന്ന വോസ്റ്റോക്കിനെ കുറിച്ച് കുറച്ച് കാര്യം പറയുന്നുണ്ട്. അത് ഏത് രാജ്യത്തിൻ്റെതാണ്? എന്താണ്? സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യത്തിന്റെയാണ്, USSRന്റെ. ഞാൻ പറഞ്ഞില്ലേ, ബഹിരാകാശ മേഖലയിലുള്ള വിപ്ലവം എന്ന് പറയുന്നത് ആദ്യമായി നടത്തുന്നത് ഈ പറയുന്ന USSR. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. ഈ USSR എന്ന് പറയുന്നവർ ആദ്യമായി ഇത്തരത്തിലൊരു സംവിധാനങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അത് മറ്റ് രാജ്യത്തിലുള്ളവർക്കും പ്രചോദനമാണ്. അവർ പോലും പല കണ്ടെത്തലുകൾ നടത്തിയെന്നിരിക്കും. ഈ പറയുന്ന USSRന്റെ പിന്തുടർച്ച എന്ന വണ്ണമാണ് ഇന്ത്യ പോലും ഈ പറയുന്ന മേഖലയിലേക്ക് കടന്നു വരുന്നതും കണ്ടെത്തലുകൾ നടത്തുന്നത്, റോക്കറ്റുകളൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ബഹിരാകാശ യാത്രകൾ നടത്തുവാൻ ഉദ്യമം ഇട്ടുകൊണ്ട് ഒരുപാട് പേരെ ട്രെയിൻ ചെയ്യിക്കുകയും അതിൽ നിന്ന് ആൾക്കാർ പോവുകയും പിന്നെ അതിൻ്റെതായിട്ടുള്ള ഡെവലപ്മെന്റുകളൊക്കെ നടത്തുകയും ഇങ്ങ് കേരളത്തിൽ പോലും ഉണ്ട് അതിന്റെ പ്രതിഫലനങ്ങൾ. നമ്മൾ പറഞ്ഞ ISRO ഒക്കെ ആയിട്ട് അറിയാലോ. ശരി, ഇനി എന്താ പറഞ്ഞ? യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തുന്ന വർഷം, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആ കേട്ടോ. 1961 ഏപ്രിൽ മാസം 12-ാം തീയതിയാണ്. ഒന്നുകൂടെ, ആദ്യ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ. ഭൂമിക്ക് ഗോളാകൃതിയാണ് എന്ന് നേരിൽ കാണാൻ ആദ്യമായി അവസരം ലഭിച്ചത് യൂറി ഗഗാറിൻ. യൂറി ഗഗാറിനെ ബഹിരാകാശത്തേക്ക് എത്തിച്ച പേടകം എന്ന് പറയുന്നത് വോസ്റ്റോക്ക്. വോസ്റ്റോക്ക് എവിടുത്തെയാ? സോവിയറ്റ് യൂണിയന്റെയാ. ഇനി എന്താ പറഞ്ഞ? യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയ വർഷം എന്ന 61 ഏപ്രിൽ 12. വർഷം എന്നാണ് 1961 ഏപ്രിൽ മാസം 12-ാം തീയതിയാണ് ആര് ബഹിരാകാശത്തേക്ക് പോകുന്നത്? യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോകുന്നത്. തീർന്നിട്ടില്ല, ഇനിയും കുറേ ഉണ്ട് പഠിക്കാൻ. അടുത്ത കാര്യം നോക്കാടാ. അടുത്തതെന്ന് പറയുന്നത് വിവിധങ്ങളായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്, വിവിധങ്ങളായിട്ടുള്ള കൃത്രിമ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സുകൾ. എടാ, ഇതിന്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. ഒന്ന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്ന് പറയുന്ന വ്യക്തി ഭൂമിക്ക് ഉള്ളിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമിക്ക് വെളിയിൽ നടക്കുന്നതായ കാര്യങ്ങൾ എന്തെന്നും, അതുപോലെ ഭൂമിക്ക് വെളിയിൽ നിന്നുകൊണ്ട് ഭൂമിയെ മാത്രം നോക്കിയാൽ, അല്ലെങ്കിൽ ഭൂമിക്ക് വെളിയിൽ നിന്നുകൊണ്ട് മാത്രം ഭൂമിയെ നോക്കിയാൽ തിരിച്ചറിയാൻ പറ്റുന്നതായ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ആ പറയുന്നതായ ആവശ്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെ ആവശ്യമുണ്ട്? ഈ പറയുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ആവശ്യമുണ്ട്. അതായത് ഭൂമിയുടെ സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് ആണ് മൂണെന്ന് പറയുന്നത്. അവനാണ് നമ്മൾ പറഞ്ഞ ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ഒരു ബഹിരാകാശത്തിന്റെ, നമ്മൾ പറഞ്ഞല്ലോ ആ ഒരു ചോദ്യം, ഭൂമിയോട് അടുത്ത് നിൽക്കുന്നതായിട്ടുള്ള ആരാണെന്നാ പറഞ്ഞേ? ബഹിരാകാശത്ത് നിൽക്കുന്ന ആ ഒരു ആകാശ ഗോളമാണ് ചന്ദ്രൻ, ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത കാര്യം എന്തൊക്കെയാ പറയുന്നത് നോക്കേടാ. ഈ പറയുന്ന വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണങ്ങൾ അടങ്ങുന്ന പേടകങ്ങളെ വിളിക്കുന്ന പേര് കണ്ടോ? ആ പേടകങ്ങളെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് കൃത്രിമ ഉപഗ്രഹങ്ങൾ. ഓക്കെ അല്ലേ? അപ്പൊ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ബഹിരാകാശം, ഈ വിവിധ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും അതിനകത്ത്? ഒന്ന്, ടെലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനം. നമ്മൾ ഫോണിനകത്ത് GPS എന്ന് പറയുന്ന സാധനമൊക്കെ ഉപയോഗിക്കുന്നില്ലേടാ. അപ്പൊ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ എന്ന് പറയുന്ന ഒരു സാധനമാണ്. പിന്നെ മിലിറ്ററി ആവശ്യങ്ങളൊക്കെ വരും. എന്ത് വരുവാടാ?
മിലിറ്ററി ആവശ്യങ്ങളൊക്കെ വരും. ഒരു ഭൂമിയിൽ നമ്മുടെ ഒരു 10-15 ഏക്കറോളം വരുന്ന ഒരു പുരയിടമുണ്ട്, ഒരു വസ്തുവുണ്ട്. അതിനകത്ത് ഒരാൾ നുഴഞ്ഞു കയറുന്നു എന്നത് മനസ്സിലാക്കുവാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പവഴി ആ പുരയിടത്തിനകത്ത് ഏറ്റവും ഉയരം കൂടിയ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടവർ നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കും. ഈ ടവറിനകത്ത് കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പുരയിടത്തിനകത്ത് ഒരുവിധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് നടക്കുന്നു, എവിടെ നടക്കുന്നു എന്നൊക്കെ അറിയാൻ പറ്റൂല. ഇതേപോലെ നമ്മുടെ വസ്തുവിന് മുകളിൽ ഒരു ടവർ വെക്കാൻ പറ്റൂലല്ലോ. കാര്യം എന്താ, ഇതിന്റെ പരിഗണനയിൽ വരുന്ന എന്താണ് പരിധി, വിസ്തൃതി ഭയങ്കര കൂടുതലായതുകൊണ്ട് ഭൂമിക്ക് വെളിയിൽ പോകേണ്ടി വരും. ഭൂമിക്ക് വെളിയിൽ വെച്ചുകൊണ്ട് താഴേക്ക് നോക്കേണ്ടി വരും. അത്രേ ഉള്ളൂ സംഭവം, വേറെ വലിയ കാര്യമൊന്നുമില്ല. ശരിയല്ലേടാ? അപ്പൊ എന്തൊക്കെ പറഞ്ഞു? വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണങ്ങൾ അടങ്ങിയ പേടകങ്ങളെ വിളിക്കുന്ന പേരാണെന്തെന്ന് പറയുന്നത് കൃത്രിമ ഉപഗ്രഹങ്ങൾ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. ഈ പറയുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഉപയോഗങ്ങൾ അതാ ഇനി പറയാൻ പോകുന്നത്. നമ്മളിപ്പം 2 എണ്ണം പറഞ്ഞു, മിലിറ്ററി ആവശ്യം പറഞ്ഞു, പിന്നെന്താണ് നമ്മൾ GPS-ന്റെ കാര്യം പറഞ്ഞു. ഒന്നോക്കെ, ഇനി അടുത്ത എന്താ? ഭൂവിഭവങ്ങൾ, ദാറ്റ് മീൻസ് പെട്രോളിയം, ധാതു ലവണങ്ങൾ എന്നിവ കണ്ടെത്തുവാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. എന്താണ്? ഭൂവിഭവങ്ങൾ. എന്താ അതിനെ നമ്മൾ പറയാ? നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയും. എന്തെന്ന് പറയും? നാച്ചുറൽ റിസോഴ്സസ്. ഈ നാച്ചുറൽ റിസോഴ്സുകൾ കണ്ടെത്തുവാൻ എന്ന വണ്ണം നമുക്ക് ആരെ ഉപയോഗിക്കേണ്ടി വരും? ഈ പറയുന്ന ഉപഗ്രഹങ്ങൾ. അടുത്ത നോക്കിയാൽ മത്സ്യ സമ്പത്ത് അറിയാൻ. കടലിൽ ചെന്ന് നമുക്ക് ഓരോ സ്ഥലത്തേക്കും വള്ളമൊക്കെ അല്ലെങ്കിൽ കപ്പലൊക്കെ ഓടിച്ചു നോക്കി എവിടെ മീനുണ്ട് എവിടെ മീനില്ല എന്ന് കണ്ടുപിടിക്കുന്നതിന് തന്നെ വളരെ ചെലവാ. അതിനേക്കാളും നല്ലത് ഒരു വലിയ കാലയളവിലേക്ക് ഉപയോഗിക്കാൻ എന്ന വണ്ണം ഇത്തരത്തിലൊരു പേടകം ഭൂമിക്ക് മുകളിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവനിലൂടെ നമുക്ക് നിരീക്ഷിച്ച് കണ്ടെത്തുവാൻ സാധിക്കും നിലവിൽ മത്സ്യസമ്പത്ത് എവിടെയാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ ആ ദിശയിലേക്ക് പോയാൽ മതി. അപ്പൊ അതൊരു ഗുണമല്ലേ? ഇനി എന്താ? വെതർ ഫോർകാസ്റ്റിംഗ് എന്ന് പറയും. അതെങ്കിൽ കാലാവസ്ഥാ പഠനം. അതായത് മഴ ഉണ്ടാകുമോ, കടലിൽ ന്യൂനമർദ്ദം ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ കാറ്റ് എന്തെങ്കിലും വീശുന്നുണ്ടോ, ഇങ്ങനെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്നതായിട്ടുള്ള പെട്ടെന്നുള്ള വ്യതിയാനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുകയും അതിന് തക്കതായിട്ടുള്ള പ്രതിവിധികൾ അല്ലെങ്കിൽ മുൻകരുതലുകളൊക്കെ എടുക്കണം എന്ന ആവശ്യത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ആ ഒരു കൃത്രിമ ഉപഗ്രഹത്തിനെ ഉപയോഗിക്കാം. ഇനി എന്താ? വാർത്താവിനിമയം. നമ്മൾ പറയുന്ന എന്താണ്? ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന പരിപാടി. ശരിയല്ലേ? TV ബ്രോഡ്കാസ്റ്റ്, റേഡിയോ, മൊബൈൽ ഫോണ്, ഇന്റർനെറ്റ് എന്നൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ആൾ അത്യാവശ്യമാണ്. ശരിയല്ലേ? നിങ്ങൾ മറ്റേ നമ്മുടെ ഇയാളുടെ പേരെന്താടാ? ഇലോൺ മസ്കിന്റെ ഒരു പുതിയൊരു എന്താണ് നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞ്, സ്റ്റാർ നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ അതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവിടെ എല്ലാ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളെ കണക്ട് ചെയ്തുള്ള ഒരു സംഭവമൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും കറണ്ട് അഫയറിനകത്ത് വായിച്ചിട്ടുണ്ടാകും. അടുത്തതെന്ന് പറയുന്നത് സൈനിക പ്രതിരോധ പ്രവർത്തനങ്ങൾ, അതായത് മിലിറ്ററി ആവശ്യങ്ങൾ. അതായത് ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനകത്ത് നുഴഞ്ഞുകയറ്റം നടക്കുന്നുണ്ടോ? നിങ്ങൾക്കറിയാം, ആദ്യമായിട്ട് പൊക്രാൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഒരു എന്താണ് നമ്മൾ ഒരു ബോംബ് ട്രൈ ചെയ്യുന്നില്ലേ, നമ്മൾ ഒന്ന് പ്രയോഗിച്ചു നോക്കുന്നില്ലേ? ഈ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്ററിയുടെ കണ്ണ് വെട്ടിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നറിയാൻ ഒരു ഹിന്ദി സിനിമയുണ്ട് നമ്മുടെ ജോൺ അബ്രഹാമിന്റെ. അത് കണ്ടു നോക്കിയാൽ മതി എന്താണ് ഈ മിലിറ്ററി ഉപയോഗം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ഈവൻ ഒരു ടയർ മാർക്ക് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈവൻ നമ്മുടെ ഫോണിനകത്തൂടെ നോക്കിയാൽ നമ്മുടെ വീട് തന്നെ കാണാൻ പറ്റും. പക്ഷെ ഒരുപാട് അടുത്ത് വരാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ പുതിയ സംവിധാനം ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ റോഡിൽ കൂടെ നമുക്കിങ്ങനെ ഇങ്ങനെ നീങ്ങി പോകുന്നൊരു സംഭവം. അപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ വീടൊക്കെ കാണാൻ പറ്റും റോഡിന്റെ സൈഡിലൊക്കെ ആണെങ്കിൽ. അതൊക്കെ കണ്ടില്ല, അത്ര കണ്ട് ഡെവലപ്ഡ് ഈ സാധനം. ഇനി എന്താ? ബഹിരാകാശ ഗവേഷണം. അതായത് നമ്മുടെ ഈ ബഹിരാകാശത്തുള്ള പലതരത്തിലുള്ളതായ കാര്യങ്ങളെ കുറിച്ച് പഠനം നടത്താനും ഇതിന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ മാഴ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നമ്മൾ ഉപഗ്രഹമൊക്കെ വിട്ടില്ലേ, അതേപോലെ തന്നെ. ഇനി എന്താ? കര, സമുദ്ര, വ്യോമ ഗതാഗത മാർഗങ്ങൾ നിർദ്ദേശിക്കുവാൻ. അപ്പോ അതേപോലെ തന്നെ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പൊ വിമാനം സഞ്ചരിക്കുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ കാറ് പോകുന്നുണ്ട്. ഇവയ്ക്കകത്തെല്ലാം അവരുടെ മാർഗങ്ങൾ ഏത് രീതിയിലാണ് പോകേണ്ടതെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകണ്ടേ? അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങൾ, റഡാർ സംവിധാനം എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതെല്ലാം ഈ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നതാണ്. ഇനി എന്താ പറയുന്നത്? വനഭൂമികളുടെ വിസ്തൃതി അളക്കാൻ, തണ്ണീർത്തടങ്ങൾ നമുക്ക് എവിടെയൊക്കെ ഉണ്ട് എന്നറിയാൻ, അതുമല്ല ഇവയെ കുറിച്ചുള്ളതായ പഠനങ്ങൾ നടത്തുവാൻ വേണ്ടിയും നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഒരു പരിപാടി നമുക്ക് ഉപയോഗിക്കാം, പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും ഇത് നോക്കി മനസ്സിലാക്കണം കേട്ടോ. അപ്പോ അടുത്തതായ ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇനി സ്പുട്നിക് 1 കുറിച്ച്. ആരാടാ സ്പുട്നിക് 1 എന്ന് പറയുന്നത്?
സ്പുട്നിക് 1 എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് കേട്ടോ. ലോകത്തിലെ തന്നെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആരെന്ന് പറയുന്നത്? സ്പുട്നിക് 1 എന്ന് പറയുന്നത്. ഇതും ആരുടെ സംഭാവനയാണ്? ഞാൻ പറഞ്ഞു ബഹിരാകാശ മേഖലയിലെ ഏറ്റവും ആദ്യത്തെ ആ ഒരു എന്താണ് വിപ്ലവം തന്നെ കൊണ്ടുവരുന്നത് USSR, സോവിയറ്റ് യൂണിയൻ തന്നെയാണ്. കാര്യം വേറൊന്നുമല്ല, അന്ന് എന്താണ് ഇന്ന് അമേരിക്ക ഉള്ളതുപോലെ അന്ന് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. കാര്യം അത്ര കണ്ട് വിപുലീകൃതമായ വിഭവങ്ങളുള്ള അല്ലെങ്കിൽ എന്താണ് സമ്പത്തുള്ളതായിട്ടുള്ള ഒരു രാഷ്ട്രമായിരുന്നു അത് കേട്ടോ. ഇനി അടുത്ത എന്താ, ഇവിടെ വിക്ഷേപിച്ച വർഷം 1957 ഒക്ടോബർ മാസം 4-ാം തീയതി. ഇനി നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, ബഹിരാകാശ സഞ്ചാരി എന്ന വണ്ണം ആദ്യമായിട്ട് പോയ ആളുടെ പേരെന്തായിരുന്നു? യൂറി ഗഗാറിൻ എന്നാണ് നമ്മൾ പറഞ്ഞത്, ശരിയല്ലേ? ഇയാള് പോയ വർഷം എന്നാ 1961 ഏപ്രിൽ മാസം എന്താണ് 12-ാം തീയതിയാണ് പുള്ളി ഇവിടുന്ന് പോകുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, ഏറ്റവും ആദ്യം മനുഷ്യനെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ പറ്റില്ല. അവിടുത്തെ ആ ഒരു അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ. അതിന് ആദ്യമായിട്ട് ഇവിടുന്ന് ഒരു പേടകം അവർ പറഞ്ഞു വിടുന്നുണ്ട്. ആ പേടകം എന്ന വണ്ണമൊക്കെ നമുക്ക് ആരെ കണക്കൂട്ടാം? ഈ പറയുന്ന സ്പുട്നിക് 1-നെ കണക്കൂട്ടാം. അപ്പൊ സോവിയറ്റ് യൂണിയന്റെ സംഭാവനയാണ് 57-ലാണ്. അതും കഴിഞ്ഞൊരു 4 വർഷം കൂടെ കഴിയുമ്പോഴാണ് ആര് ഇവിടുന്ന് പോകുന്നത്? യൂറി ഗഗാറിൻ ഇവിടുന്ന് പോകുന്നത് കേട്ടോ. അപ്പോ 1957 ഒക്ടോബർ മാസം 4-ാം തീയതിയാണ് എന്ത് സംഭവിക്കുന്നത്? ഇവിടെ സ്പുട്നിക് 1 വിക്ഷേപിക്കുന്നത്. ഇവിടെ എന്താണ് സ്പുട്നിക് 1ന്റെ വിക്ഷേപത്തോടെയാണ് ബഹിരാകാശ യുഗം എന്നൊരു സംഭവം അല്ലെങ്കിൽ സ്പേസ് സയൻസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി തന്നെ എന്ത് ചെയ്യുന്നത്? പൊട്ടിപ്പുറപ്പെടുന്നത് ആ ഒരു കാലയളവിലാണ്. ഇനി നോക്കേടാ, അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായി ആഘോഷിക്കുന്നത് ഒക്ടോബർ മാസം 4 മുതൽ 10 വരെ. എന്തുകൊണ്ടാണെന്ന് ഇനി ആലോചിക്കാവല്ലോ. എന്താ? അതോ ഓർത്തു വെച്ചോ, 1957 ഒക്ടോബർ മാസം 4-ാം തീയതി ഇവിടെ നിന്ന് വിക്ഷേപിച്ചു. എന്തിനെ? സ്പുട്നിക് 1-നെ. ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു ഡേറ്റ് ഓർത്തു വെക്കുവാണെങ്കിൽ ബഹിരാകാശ വാരമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഏത് മുതൽ ഏത് വരെയാണ്? ഒക്ടോബർ 4 മുതൽ ഒരു 7 ദിവസം കണക്കൂട്ടാം. വേണ്ട, 6 ദിവസം, 4 തൊട്ട് ഒരു 7 ദിവസം. അപ്പൊ എത്ര വരും ഇവിടെ? 10 വരും. കണ്ടോ, 4ഉം കൂടെ ചേർത്ത് 7 ദിവസമായി. ഓക്കെ അല്ലേ? ഇനി എന്താ, ഏത് ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ബഹിരാകാശ വാരം എന്നത് ആചരിക്കുന്നത് എന്ന് ആലോചിച്ചാല് താണ്ടെ അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി എന്നാണ്. ഓക്കെ അല്ലെ? അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി. ഓക്കെ അല്ലേ? അപ്പൊ ഒന്ന് നോക്കേ, അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരം ആചരിക്കുന്നത് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പം എന്താ? ഒക്ടോബർ 4 എന്ന് പറയുന്നത് 57 ഒക്ടോബർ 4 എന്ന് ഓർത്താൽ മതി. അത് സ്പുട്നിക് 1 വിക്ഷേപിച്ച വർഷം അവിടെ മുതൽ 4-ൽ തുടങ്ങി 4 ഉൾപ്പെടെ ഒരു 7 ദിവസം വരും. അപ്പൊ 4 മുതൽ 10 വരെ. ഇത് ഏത് ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്താരാഷ്ട്ര ബഹിരാകാശ ഉടമ്പടിയാണ്. അത് 1957 ഒക്ടോബർ മാസം 10-നാണ് അത് നടക്കുന്നത്. അപ്പം 4-ാം തീയതി ഇവിടുന്ന് ആളെ പറഞ്ഞു വിട്ടു. ഉടമ്പടി എന്ന് രൂപീകരിക്കുന്ന 10-ലാണ്. അപ്പൊ 4 മുതൽ 10 വരെ ഓർത്തിരിക്കാൻ പാടില്ല, കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു കാര്യവും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കാം. അടുത്തതെന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബഹിരാകാശ മേഖലയിൽ എന്ത് ചെയ്തു? വളരെ വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റുകളൊക്കെ വന്നു. നെഹ്റുവിന്റെ കാലയളവിലാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് നെഹ്റുവിന്റെ നിർദ്ദേശപ്രകാരം ഒരുപാട് വിപുലീകൃതമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ ഈ അടുത്തിടയ്ക്ക് റോക്കറ്ററി എന്ന് പറയുന്ന മാധവന്റെ ഡയറക്ട് ചെയ്ത സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാകും. അതിനകത്ത് ഏറെക്കുറെ ആ ഒരു എന്താണ് ആ ഒരു സമയം എന്താണ്, ആ ഒരു ഇന്ത്യയുടെ ആ ഒരു തുടക്ക കാലഘട്ടം എന്താണൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എടാ നോക്കാം, ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് വിളിക്കുന്നത് എന്ത്? ISRO. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയെ വിളിക്കുന്ന പേരെന്താ? ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ബഹിരാകാശ സംബന്ധമായ സകലമാന എന്താണ് പരീക്ഷണങ്ങളും എന്താണ് കണ്ടെത്തലുകളും ഒക്കെ നടത്തുന്നത് ഈ പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ കീഴിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്? ആര്യഭട്ട, 1975. അപ്പൊ ഒന്നുകൂടെ ഓർത്തോ, 1961 ഏപ്രിൽ മാസം 12-ാം തീയതി ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിൻ പോകുന്നു. അതിനു മുമ്പ് 1957 ഒക്ടോബർ മാസം 4-ാം തീയതി എന്ത് സംഭവിച്ചു? ഇവിടെ സ്പുട്നിക് 1-നെ പറഞ്ഞു വിട്ടു USSR. ഇവർ രണ്ടുപേരും USSRന് സ്വന്തമായിട്ടുള്ള ആളുകളാണ്, ശരിയല്ലേ? സ്പുട്നിക് 1 ഒക്ടോബർ 4, ഏപ്രിൽ 12. ബഹിരാകാശ വാരം എന്ന് പറയുന്നത് ഒക്ടോബർ 4-ൽ തുടങ്ങി 10 വരെ. ബഹിരാകാശ ഉടമ്പടി 1957 ഒക്ടോബർ 10, 4-ാം തീയതി സ്പുട്നിക്. അപ്പോൾ 4 മുതൽ 10 വരെയുള്ള 7 ദിവസങ്ങളാണ് ബഹിരാകാശ വാരം. ഇനി ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ആര്? ISRO. ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാ? 1975 ഇവിടുന്ന് പറഞ്ഞു വിട്ട ആര്യഭട്ട. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയാണ് ഏതെന്ന് പറയുന്നത്? നാസ. അമേരിക്കയുടെ നാസ എന്ന് പറയുന്ന ഒരു ഏജൻസി. ഇനി ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ആസ്ട്രോനോട്ട് എന്ന് നമ്മൾ പറയും. ആസ്ട്രോനോട്ട് എന്ന് പറയും. ഇത് അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേരാണ്. ഇനി ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേരുണ്ട്. അത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ?
കേട്ടിട്ടുണ്ടോടാ? അതാണ് വ്യോം നോട്ടുകൾ എന്ന് പറയും. എന്തെന്ന് പറയും? വ്യോം നോട്ട്സ്. വ്യോം നോട്ട്സുകൾ എന്ന് പറയും. എന്തെന്ന് പറയും? ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേരാണെന്ത്? വ്യോം നോട്ട്സ് എന്നോ അല്ലെ വ്യോമ നോട്ട്സ് എന്നോ പറയാം കേട്ടോ. വ്യോമ നോട്ട്സ്. ഈ വ്യോമ നോട്ട്സ് NA ഉണ്ട് കേട്ടോ. വ്യോമ നോട്ട്സ് NAUTS. വ്യോമ നോട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾ. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾ. ബഹിരാകാശ സഞ്ചാരികൾ. ഓക്കെ. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേരാണ് വ്യോമനോട്ട്സ് എന്ന് പറയുന്നത്. അമേരിക്കയുടെ ആളുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ആസ്ട്രോനോട്ട്. ഇനി റഷ്യ ഉണ്ട്. റഷ്യയെ വിളിക്കുന്നത് കോസ്മോനോട്ട്സുകൾ എന്നൊക്കെ വിളിക്കുക. കോസ്മോനോട്ടുകൾ എന്നാ വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇതാ നോക്കിക്കോ. അപ്പോൾ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയാണ് ഏതെന്ന് പറയുന്നത്? നാസ. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ISRO. ആദ്യത്തെ ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹം 1975 ആര്യഭട്ടയാണ്. ഇനി അടുത്ത ആളിലോട്ട് പോടാ. അമേരിക്കയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണം നടന്നത് 58. എന്നാണ് ആ വർഷം? 58. ഇതൊന്നും അത്ര പ്രധാനപ്പെട്ടതല്ല, എങ്കിലും ഒരു തവണയൊന്ന് വായിച്ചു വെച്ചാൽ മാത്രം മതി. അമേരിക്കയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണം നടന്നത് 58. ആദ്യമായിട്ട് ബഹിരാകാശത്തിലേക്ക് എത്തുന്ന ജീവി അറിയാലോ, ലൈക്ക എന്ന നായയാണ് കേട്ടോ. ലൈക്ക എന്ന നായയാണ് ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് എത്തുന്ന ജീവി. ഇനി എന്താ പറഞ്ഞ? സോവിയറ്റ് യൂണിയൻ യൂണിയന്റെ ലൈക്ക എന്താണ് ബഹിരാകാശത്തേക്ക് എത്തിയ വർഷമാണ് 57. 1957 ലൈക്ക എന്ന നായ ബഹിരാകാശത്തേക്ക് എത്തുന്നത്. അപ്പൊ വർഷങ്ങളൊക്കെ പഠിച്ചത് ഓർത്തു വെച്ചേക്കണേ. ഏതൊക്കെയാ? 1957 ഏപ്രിൽ 12 എന്ത്? നമ്മൾ പറഞ്ഞതായിട്ടുള്ള 3 കാര്യങ്ങൾ ആ സമയത്ത് വരുന്നുണ്ട്. ഒന്ന്, നമ്മൾ പറഞ്ഞു എന്ത്? ഒക്ടോബർ മാസം 4 സ്പുട്നിക് ഇവിടുന്ന് പോയി. ലൈക്ക ബഹിരാകാശത്തേക്ക് പോകുന്ന വർഷം 57. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ. ഇതേ 57 ഒക്ടോബർ മാസം 10 മറ്റേ ഉടമ്പടി ഒപ്പിടുന്നത്. ഓർമ്മയില്ലേ? ഇനി പറഞ്ഞ എന്താ? 1961 യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോകുന്നു ഏപ്രിൽ 12. ഇനി 1958 എന്ത് സംഭവിച്ചേ? ആദ്യമായിട്ടൊരു ഉപഗ്രഹ വിക്ഷേപണം അമേരിക്ക നടത്തുന്നേ. ഇനി എന്താ അടുത്തത് നമ്മൾ പഠിച്ചത്? 1975 ആര്യഭട്ട എന്ന ആ ഒരു ഉപഗ്രഹം വിക്ഷേപിക്കപ്പെട്ടതായ സമയം. ഓക്കെ അല്ലേ? ഇനിയും തീർന്നിട്ടില്ലടാ. ഇനിയും അടുത്ത കാര്യം ഇനിയും പഠിക്കാനുണ്ട്. അടുത്തെന്ന് പറയുന്നത് റോക്കറ്റുകളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. റോക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ബഹിരാകാശ പഠനത്തിനായി കൃത്രിമ ഉപഗ്രഹങ്ങളെയും മനുഷ്യനെയും ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? റോക്കറ്റ്. അപ്പൊ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്ത്? ഇവിടെ നിന്ന് ബഹിരാകാശ പഠനം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപഗ്രഹങ്ങൾ അടങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞുവിടുക. അതിനെ ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കും. ഇവിടെ എന്താ പറഞ്ഞേ? ബഹിരാകാശത്തേക്ക് ഈ പറയുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളെയും അതിനകത്ത് മനുഷ്യനെയും ഒക്കെ എത്തിക്കണം എന്ന രീതിയിൽ ഒരു കാരിയർ ആയിട്ടുള്ള ഒരാൾ എന്ന വണ്ണം ഇവിടെ ഒരു വിക്ഷേപണ വാഹനമുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റോക്കറ്റ്. ഇനി എന്താ? റോക്കറ്റുകളുടെ മുഖ്യ ധർമ്മം എന്ന് പറയുന്നത് ഭൂമിയുടെ ആകർഷണത്തെ അതിജീവിച്ചുകൊണ്ട് മനുഷ്യനെയും ഉപഗ്രഹത്തെയും ബഹിരാകാശത്തേക്ക് എത്തിക്കുക. ഒന്നുമില്ലടാ. ഇപ്പൊ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഭൂമിയാണെങ്കിൽ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിക്ക് മുകളിൽ ഇരിക്കുന്നതായിട്ടുള്ള റോക്കറ്റ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണം ഇവനെ എന്ത് ചെയ്യും? താഴോട്ട് പിടിച്ച് വലിക്കൂടാ. അപ്പൊ ആ ഗുരുത്വാകർഷണത്തിനേക്കാൾ വലിയ ഒരു ബലം നൽകിക്കൊണ്ട് മാത്രമേ ഇവിടെ നിന്ന് ഒരാൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റൂ. നമ്മളത് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതാണോ എന്ന് അറിഞ്ഞുകൂടാ. 11.2 km/s വേഗതയിലായിരിക്കണം ഏറ്റവും കുറഞ്ഞത് ഈ റോക്കറ്റ് ഇവിടെ നിന്ന് പോകേണ്ടത്. എങ്കിലേ ഭൂമിയുടെ ആ ഒരു കരവലയത്തിൽ നിന്ന് ഈ പറയുന്ന റോക്കറ്റുകൾക്ക് ബഹിരാകാശത്തേക്ക് ഈ പറയുന്ന ആളുകളെ എത്തിക്കുവാൻ വേണ്ടി പറ്റും. ഇല്ലേ ഭൂമിക്കകത്ത് തന്നെ കിടക്കും ഈ സാധനം, വെളിയിലോട്ട് പോകത്തില്ല. ഓക്കെ അല്ലേ? ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടെ നമ്മുടെ 3rd ലോ ഓഫ് മോഷൻ ഓർമ്മയുണ്ടോ? റോക്കറ്റുകളുടെ എന്താണ് ചലന നിയമം എന്ന് പറയുന്നത് ഏതിനകത്താ പെടുന്നത്? 3rd ലോ ഓഫ് മോഷനാ. ഓർത്തു വെച്ചേക്കാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. മനുഷ്യൻ ഇന്ന് വരെ നിർമ്മിച്ചിട്ടുള്ള റോക്കറ്റുകളിൽ ഏറ്റവും വലുതാണ് സാറ്റേൺ 5 എന്ന് പറയുന്ന സാധനം. ശ്രദ്ധിച്ചോ, മനുഷ്യൻ ഇന്ന് വരെ നിർമ്മിച്ചിട്ടുള്ളതായ റോക്കറ്റുകളിൽ ഏറ്റവും വലിയ റോക്കറ്റ് സാറ്റേൺ 5. എന്താടാ? സാറ്റേൺ 5 എവിടുത്തെ സാധനമാണ്? അത് USA സാധനമാണ്. ഓക്കെ അല്ലെ? മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ചിട്ടുള്ള റോക്കറ്റുകളിൽ ഏറ്റവും വലുത് സാറ്റേൺ 5. ഏതാടാ? സാറ്റേൺ 5. അത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അടുത്ത കാര്യം നോക്കേടാ. ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് ഇനിയും കുറച്ച് കാര്യങ്ങൾ നോക്കാം. ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. 1984 അപ്പൊ ഓർത്തു വെച്ചോ. 1961 യൂറി ഗഗാറിൻ പോകുന്നത്.
ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താ പറഞ്ഞേ? ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ 84-ൽ രാകേഷ് ശർമ്മ. യാത്ര നടത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് കൽപ്പന ചൗള. കൽപ്പന ചൗളയുടെ സ്വദേശം എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. കർണാലാണോ? ഹരിയാനയിലെ കർണാലിലാണോ? ഹരിയാനയിലെ കർണാലിൽ ഒന്ന് കമന്റ് ചെയ്തിടാ ആ ഒരു സംഭവം. ഇനി എന്താ? രണ്ടാമത്തെ ബഹിരാകാശ യാത്രക്കിടയിൽ കൊളംബിയ സ്പേസ്, കണ്ടോ ആ ഒരു വാക്ക് ഇമ്പോർട്ടന്റ് ആ, കൊളംബിയ സ്പേസ്, കണ്ടോ കൊളംബിയ സ്പേസ് എന്ന ഷട്ടിലിനുണ്ടായ അപകടത്തിൽപ്പെട്ട് കൽപ്പന ചൗള മരണമടയുന്നു. ആ ഒരു കൊളംബിയ സ്പേസ് എന്ന് പറയുന്ന ആ ഒരു പേടകം, ആ ഒരു എന്താണ് ബഹിരാകാശ വാഹനത്തിന്റെ കാര്യം വേണമെങ്കിൽ ചോദിക്കാം. എന്താ കൊളംബിയ സ്പേസ്, ഏത് റോക്കറ്റ് തകർന്നിട്ടാണ് അല്ലെങ്കിൽ ഏത് ഷട്ടിൽ തകർന്നിട്ടാണ് എന്ന് ചോദിക്കാം. ഏതാണ്? കൊളംബിയ സ്പേസ്. ഓക്കെ അല്ലേ? കൊളംബിയ സ്പേസ്. ഇനി എന്താ? ഇതാ നോക്കോ, ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം കഴിച്ചുകൂട്ടിയ വനിത, ചിലവഴിച്ചിട്ടുള്ള വനിത, അല്ലെങ്കിൽ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത, അതാരാണ്? സുനിത വില്യംസ്. ഓക്കെ അല്ലേ? സുനിത വില്യംസ്. ഒന്നുകൂടെ പറയട്ടേടാ, ബഹിരാകാശത്ത് യാത്ര നടത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്? രാകേഷ് ശർമ്മ. ഇനി എന്താ പറഞ്ഞ? ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാരാ? കൽപ്പന ചൗള. രണ്ടാമത്തെ ബഹിരാകാശ യാത്രക്കിടയിൽ കൊളംബിയ സ്പേസ് എന്ന ഉപഗ്രഹം കൊളംബിയ സ്പേസ് എന്ന വാഹനത്തിനുണ്ടായ പരിക്ക് അല്ലെങ്കിൽ അപകടത്തെ തുടർന്ന് മരണപ്പെട്ട ഇന്ത്യയുടെ ബഹിരാകാശ വനിതയാരാണ്? അത് കൽപ്പന ചൗള. ഇനി എന്താ പറഞ്ഞേ? ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുകയും അത് ഒരു റെക്കോർഡാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞ? ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചു. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ നടന്ന വ്യക്തിയും ആര് തന്നെയാണ്? വനിതയും ആര് തന്നെയാണ്? സുനിത വില്യംസ് തന്നെയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഈ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം നോക്കേടാ. ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനിലേക്ക് ഇറങ്ങുന്നത് അറിയാലോ, നീൽ ആംസ്ട്രോങ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1969 ജൂലൈ മാസം 21-നാണ്. ഏതാ സമയം? 1969 ജൂലൈ മാസം 21-നാണ് മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങുന്നത്. ചന്ദ്രനിൽ ആദ്യമായിട്ട് ഇറങ്ങിയത് 2 പേരാണ്, നീൽ ആംസ്ട്രോങ്ങും എന്താണ് എഡ്വിൻ ബസ് ആൽഡ്രിൻ. കണ്ടോ? ആൽഡ്രിൻ. കണ്ടോ? എന്താ പറഞ്ഞേ? എഡ്വിൻ ബസ് ആൽഡ്രിൻ. കണ്ടോ? അപ്പൊ ഒന്നുകൂടെ നോക്കോ. മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിലേക്ക് ഇറങ്ങുന്നു 1969 ജൂലൈ മാസം 21-ാം തീയതി. ചന്ദ്രനിൽ ഇറങ്ങുന്നത് ആരൊക്കെയാ? നീൽ ആംസ്ട്രോങ് ഉണ്ട്. നീൽ ആംസ്ട്രോങ് എവിടുത്തുകാരനാ? അമേരിക്കക്കാരനാ. എഡ്വിൻ ബസ് ആൽഡ്രിൻ എവിടുത്തുകാരനാ? അദ്ദേഹവും അമേരിക്കക്കാരനാ. ഓക്കെ അല്ലേ? അപ്പൊ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലേക്ക് ഇറങ്ങുന്നു 1969 ജൂലൈ 21-ന്. ഇനി എന്താ പറഞ്ഞേ? നീൽ ആംസ്ട്രോങ് അമേരിക്കക്കാരൻ, എഡ്വിൻ ബസ് ആൽഡ്രിൻ എന്ന് പറയുന്ന ആളുമുണ്ട്, അദ്ദേഹവും അമേരിക്കക്കാരനാണ്. ഇനി എന്താ? മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങാൻ ഉപയോഗിച്ചത് നാസയുടെ വാഹനം. അമേരിക്കക്കാരെന്ന് പറയുമ്പോൾ അറിയാലോ, അമേരിക്കൻ സ്പേസ് ഏജൻസി ആയിട്ടുള്ള നാസയുടെ വാഹനം തന്നെ ആയിരിക്കണമല്ലോ ഉപയോഗിക്കുന്നത്. ആ വാഹനത്തിന്റെ പേരാണ് എന്ത്? അപ്പോളോ 2. എന്താടാ? അപ്പോളോ 2. ഇനി എന്താ? ആദ്യ ചാന്ദ്രയാത്രയിൽ അപ്പോളോ 2 എന്ന വാഹനം നിയന്ത്രിച്ചിരുന്നത് മൈക്കിൾ കോളിൻസ്. കണ്ടോ? മൈക്കിൾ കോളിൻസ്. ഓർത്തു വെച്ചേക്കണേ. എന്താ പറഞ്ഞേ? മൈക്കിൾ കോളിൻസ്. അപ്പൊ 3 പേര് പഠിച്ചു. 1 നീൽ ആംസ്ട്രോങ്ങിന്റെ കാര്യം, 2 എഡ്വിന്റെ കാര്യം. ഇവര് 2 പേരും ചേർന്നാണ് ബഹിരാകാശ യാത്ര നടത്തുന്നത്. ഇനി എന്താ പറഞ്ഞേ? ഇതിന്റെ കൺട്രോൾ മൊത്തം ആരായിരുന്നു നോക്കിയിരുന്നേ? മൈക്കിൾ കോളിൻസ് ആയിരുന്നു. ആരായിരുന്നടാ? മൈക്കിൾ കോളിൻസ് എന്ന് പറയുന്ന ഒരാളാണ് നടത്തിയത് ഇതിന്റെ എല്ലാ കൈകാര്യങ്ങളും. ഇനി അന്താരാഷ്ട്ര ചാന്ദ്ര ദിനം എന്നറിയപ്പെടുന്നത് എന്നാണ്? ജൂലൈ 21. കാരണം എന്താ? ഇവിടെ നിന്ന് 1969 ജൂലൈ മാസം 21-ാം തീയതി എന്ത് ചെയ്തു? മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തുന്നുണ്ട്. നീൽ ആംസ്ട്രോങ് കാലുകുത്തുന്നുണ്ട്. എഡ്വിൻ ബസ് ആൽഡ്രിൻ കാലുകുത്തുന്നുണ്ട്. അതിന്റെ ഓർമ്മ എന്ന വണ്ണം നമ്മൾ അന്താരാഷ്ട്ര ചാന്ദ്ര ദിനം ആഘോഷിക്കുന്നത് ജൂലൈ മാസം 21-ാം തീയതിയാണ്. അടുത്ത കാര്യം നോക്കേ. അടുത്തത്, ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യത്തിനെ വിളിച്ച പേരാണ് ചന്ദ്രയാൻ. ഓക്കെ അല്ലേ? ചന്ദ്രയാൻ 1, ഇന്ത്യയുടെ പ്രഥമ ചന്ദ്രയാൻ ദൗത്യത്തിനെയാണ് ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത്. ഡൗട്ട് ഒന്നുമില്ല. വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ മാസം 22-ാം തീയതി. എന്നാടാ? 2008 ഒക്ടോബർ 22-ാം തീയതി. 2008 ഒക്ടോബർ മാസം 22-ാം തീയതിയാണ് ആദ്യത്തെ ചാന്ദ്ര ദൗത്യം. ഓക്കെ അല്ലേ? ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22. ഇനി നോക്കെ, ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തിയത് ആരാണ്? ചന്ദ്രയാൻ 1 ആണ്. ചന്ദ്രനില് ജലസാന്നിധ്യം കണ്ടെത്തിയത് ആരാണ്? ചന്ദ്രയാൻ 1 ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി എന്താ അടുത്ത പഠിക്കേണ്ട? ഇന്ത്യൻ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട അടുത്ത കാര്യം നോക്കുന്നു. പദ്ധതികൾക്ക് തുടക്കമിടുന്നത് വിക്രം സാരാഭായി ആണ് കേട്ടോ. ഇന്ത്യയിൽ ഈ പറയുന്ന സ്പേസ് പഠനം എന്ന് പറയുന്നത് എന്താണ്? ബഹിരാകാശ പഠനം എന്ന് പറയുന്നത് അതിനൊക്കെ തുടക്കം വെക്കുന്നത് നെഹ്റുവിന്റെ നിർദ്ദേശപ്രകാരം വിക്രം സാരാഭായി ആണ് കേട്ടോ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരെ തന്നെയാണ്? വിക്രം സാരാഭായിയെ തന്നെയാണ്. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യത്തിനെ വിളിക്കുന്ന പേരാണ് മംഗൾയാൻ. ചാന്ദ്ര ദൗത്യത്തിനെ വിളിച്ച പേരാണ് ചന്ദ്രയാൻ.
ഓക്കെ അല്ലേ? ഇന്ത്യയുടെ സൗര ദൗത്യത്തിനെ വിളിച്ച പേരാണ് ആദിത്യ. ഒന്നുകൂടെ പറഞ്ഞേ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്ന വ്യക്തിയാണ് വിക്രം സാരാഭായി. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ് വിക്രം സാരാഭായി. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യമാണ് മംഗൾയാൻ. ഇന്ത്യയുടെ സൗര ദൗത്യമാണാര്? ഇന്ത്യയുടെ സൗര ദൗത്യമാണാര്? ആദിത്യ. ഇന്ത്യയുടെ സൗര ദൗത്യമാണാര്? ആദിത്യ. ഇനി നമുക്ക് അടുത്ത നോക്കാടാ. തീർന്നിട്ടില്ല കേട്ടോ. അടുത്തത് കുറച്ച് കാര്യങ്ങളൂടെ ഉള്ളൂ. ടപ്പേന്ന് തീരും. ഇത് വലിയ സംഭവമൊന്നുമല്ല, വളരെ നിസ്സാരപ്പെട്ട സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റും. ഇവിടെ വാർത്താവിനിമയത്തിന് നമ്മൾ ആശ്രയിക്കുന്നതായിട്ടുള്ള ഉപഗ്രഹത്തിന്റെ പേരാണ് ഇൻസാറ്റ്. കണ്ടോ? ഏതാണ് വാർത്താവിനിമയത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇൻസാറ്റ്. വാർത്താവിനിമയം അതെന്താ? അതിന് നമ്മൾ പറയുക ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയും. എന്തിനു വേണ്ടിയിട്ടാ? ബ്രോഡ്കാസ്റ്റിംഗ്. വേണ്ട, ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്, വാർത്താവിനിമയത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻസാറ്റ് എന്ന് പറയുന്ന ഉപഗ്രഹങ്ങളെയാണ്. ഇനി ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപഗ്രഹത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? IRS. എന്താണ്? IRS. ഓക്കെ ആണോ? റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് എന്ന് അങ്ങനെയൊക്കെ നമ്മൾ ഇതിനെ പേരിട്ട് വിളിക്കും. ഓക്കെ ആണോ? നമ്മൾ അങ്ങനെ ഒരു പേരിട്ട് വിളിക്കും. ശരിയാണോ? എന്തെന്നാ പറയുക? ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകൾ എന്നൊക്കെ ഇവനെ വിളിക്കുക കേട്ടോ. ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്. അപ്പൊ ഇൻസാറ്റ് ഉപയോഗിക്കുന്നത് വാർത്താവിനിമയത്തിന്, ഭൂവിഭവങ്ങളുടെ പഠനത്തിന് വേണ്ടിയും കാലാവസ്ഥാ പഠനത്തിന് വേണ്ടിയും തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് IRS. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് എഡ്യൂസാറ്റ്. ഇത് പഠിക്കാൻ വലിയ പാടൊന്നുമില്ല. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഡ്യൂസാറ്റ്. ഇതിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് വിക്ടേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കൊറോണയുടെ സമയത്തൊക്കെ നമ്മൾ പഠിക്കാനൊക്കെ ഒരു TV ചാനൽ നമ്മൾ ഉപയോഗിക്കത്തില്ലായിരുന്നു. അതാണ് ആ സാധനം. അടുത്തത് ഇതുകൂടെ പഠിച്ചാൽ തീർന്നു. എന്താ മക്കളെ? ബഹിരാകാശ ഏജൻസികളുടെ പേര്. ഇന്ത്യ ആണെങ്കിൽ ISRO എന്ന് പറഞ്ഞു, നാസ ആണെങ്കിൽ USA എന്ന് പറഞ്ഞു. ഇനിയുള്ള സാധനങ്ങളാണ് പഠിക്കേണ്ടത്. നോക്കൂ, ഇത് ഇത്രയും നമുക്ക് അറിയാവുന്ന. യൂറോപ്പിൻ്റെത് യൂറോപ്യൻ സ്പേസ് ഏജൻസി. ജപ്പാനിൻ്റെത് ജക്സ എന്ന് പറയും. എന്തെന്ന് പറയൂടാ? ജക്സ. എന്റെ ഫുൾ ഫോം പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഫുൾ ഫോം പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജക്സ എന്ന് പറയും. അടുത്ത റഷ്യ ആണെങ്കിൽ റഷ്യൻ സ്പേസ് ഏജൻസി എന്ന് പറയാം കേട്ടോ. റഷ്യ ആണെങ്കിൽ റഷ്യൻ സ്പേസ് ഏജൻസി എന്ന് പറയും. ഓക്കെ ആണോ? റഷ്യ ആണെങ്കിൽ റഷ്യൻ സ്പേസ് ഏജൻസി എന്ന് പറയാം. ചൈന ആണെങ്കിൽ CNSA. ഓക്കെ, CNSA. ഫുൾ ഫോം വേണമെങ്കിൽ പഠിച്ചോ. ഇപ്പൊ നമ്മൾ ജപ്പാന്റെ കാര്യം പറയുമ്പോൾ ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ എന്തെന്ന് പറയും? ഏജൻസി എന്ന് പറയും കേട്ടോ. ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി എന്ന് പറയും. എന്തെന്ന് പറയൂടാ? ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി എന്ന് പറയും. ഓക്കെ ആണോ? ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി എന്ന് പറയും. ഇപ്പം വേണമെങ്കിൽ ചൈനയുടെ കാര്യം പറഞ്ഞോ. അതെന്താ പറയാ? ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും. ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. എന്താണ്? നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇന്ത്യക്കാണെങ്കിൽ ISRO, USA നാസ, യൂറോപ്പിനാണെങ്കിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി, ജപ്പാനിന് ജക്സ, റഷ്യക്കാണെങ്കിൽ RSA, CNSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഓക്കെ അല്ലേ? ഇനി നാസയുടെ ഫുൾ ഫോം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിടാം. ESA എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി, ജക്സ എന്ന് പറഞ്ഞാൽ ജപ്പാൻ സ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി, RSA റഷ്യൻ സ്പേസ് ഏജൻസി, CNSA എന്ന് പറഞ്ഞാൽ ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. നാസയുടെ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒന്ന് കമന്റ് ചെയ്തേടാ. ഓക്കെ അല്ലേ? അപ്പോ വളരെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത് മാറ്റിയത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. വളരെ മയത്തിൽ, വളരെ നിസ്സാരം എന്ന രീതിയിൽ കാണാതെ നല്ല രീതിയിൽ വായിച്ച് തറവാക്കി മുമ്പോട്ടേക്ക് പോകാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ വീഡിയോ കണ്ടതോടുകൂടി ഒരു പ്രധാന മേഖല നിങ്ങളുടെ കയ്യിലേക്ക് ഒതുക്കി കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിച്ചു. കൂടുതൽ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. എല്ലാവർക്കും നന്ദി.